അപ്പോൾ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഈ വണ്ടി നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കൂടി നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകണം, ചെറിയത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഉമ്മാൻ്റെ വീട്ടിലെത്തിക്കണം, മിസ് നസീമ ഹൗസ്. അവിടെ അതാ പിള്ളേർ കുട്ടികളെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ബാ കയറാ കദിയമോ കദിയം കദിയമോ കദിയം അടിക്കാം. ഒരേ ചെറിയ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലാണ് ഗൈസ്. രാവിലെ തന്നെ നല്ല വെയിലെന്ന് പറയുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ കുളപ്പുറത്താട്ടുള്ളത് ഉമ്മാൻ്റെ വീട്ടിൽ വന്നാണ്. അവിടെ 2 നരികളെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ എൻ്റെ വ്ളോഗിൽ വന്നിട്ടുണ്ടാവില്ല. പേരറിഞ്ഞോട്ട് തന്നെ എൻ്റെ അമ്മോൻ്റെ മക്കളാണ് ഗൈസ്. അപ്പോൾ ഇവൾ 2 എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളപ്പുറത്തേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇമ്മച്ചിയുണ്ട്, ഇപ്പച്ചിയുണ്ട്, സച്ചുണ്ട്, പിന്നെ സിധു, സന്നു, പിന്നെ ഇമ്മച്ചി. ഇനി 2 വണ്ടിക്ക് ആൾക്കാർ വരാനുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. കാരണം അത്രയും നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇനി പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കണം. സോ ഗൈസ്, നമുക്കിനി ബാക്കിയുള്ള ആൾക്കാരും കൂടിയും കാണാം. ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അളിയ പാപ്പ, ഇതളിയൻ്റെ അനിയൻ. നമ്മളെ 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 എനിക്ക് പുട്ട് കണ്ട ഓണാക്കിയാ പോന്നല്ലേ ബാബരാ. ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിനി പുറപ്പെടാൻ പോവുകയാണ് ഗൈസ്. പുറപ്പെടാൻ പോവുകയാണ്. ബോറടിച്ചിട്ട് പിരാന്ത് പിടിച്ചിട്ട് പറ എവിടെ പോലെ പറ ഇത്ര നേരം ഞാൻ രാവിലെ തന്നെ നീച്ചിക്കാൻ ഞാൻ കുളിച്ചിക്കൊണ്ട് കാത്തു നിൽക്കുന്നത് റോട്ടുമ്മല്. പറ ടാറ്റാ ചാറ്റെടുത്താ. നമ്മളിപ്പോൾ ഏകദേശം വയനാട് എത്തിയിട്ടാണ്. നമ്മൾ വയനാട്ടിലേക്കാണ് പോണത്. വയനാട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വയനാട്. ഗൈസ്, ഞാൻ മാസ്ക് ഇട്ടിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ AC ഭയങ്കരമായിട്ട് ബാക്കൊക്കെ AC വല്ലാണ്ട് എത്തുന്നില്ല. അപ്പോൾ ഇവിടെ AC വല്ലാണ്ട് എത്തുന്നതുകൊണ്ട് മൂക്ക് സ്റ്റോപ്പാവും. അതുകൊണ്ട് ഞാൻ എന്താക്കി മാസ്ക് ഇട്ടിട്ടുള്ള കേട്ടോ. ഗൈസ്, ഇതാണ് വയനാടിൻ്റെ വ്യൂ കേട്ടോ. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. ഇതൊന്നും നമ്മളെ ഗൾഫിൽ നിന്ന് എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും ഗൾഫിൽ നിന്നായതുകൊണ്ട് ഗൾഫിൽ ഇങ്ങനത്തെ ഒരു അടിവാരം മാത്രമല്ല, ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ദ വ്യൂ ഓഫ് വയനാട്. വയനാട് നമ്മളിങ്ങനെ എത്തണല്ലോ കേട്ടോ ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ചെറിയ മീൻ തന്നെ ഉണ്ടാവും. എനിക്കൊരു ഓംപ്ലേറ്റ് തന്നെ കേട്ടോ ഗൈസ്. ഫൈനലി നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് കഴിച്ചിട്ട് ബാക്കി പരിപാടി. ഉള്ളിലേക്കോ? ആ ഓക്കെ. ഇതുള്ളിലിടുക? ആ ഓക്കെ. ഗൈസ്, ഇതാണ് നമ്മൾ നിൽക്കാൻ പോണ റിസോർട്ട്. രസമുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത അടിപൊളി റിസോർട്ട്. സച്ചുവാ ഇങ്ങോട്ടെന്നാ. സോ ഗൈസ്, നമ്മളെ റിസോർട്ട് വയനാട് ബ്രൂക്ക് വാലി. അപ്പം നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടാ. കണ്ടാ, എല്ലാവരും കാണിച്ചിരിക്കുക. ഫുൾ ടീം, കുട്ടികൾ, ചട്ടികൾ എല്ലാവരും ഉണ്ട്. ഇരിക്കാനും ഇവിടെ ഒരു എന്താ പറയുക, എന്താ ഇതിൻ്റെ പേര്, ഊഞ്ഞാലുണ്ട്. അപ്പുറത്തുണ്ട് ഊഞ്ഞാലകൾ. ചെറിയ കുട്ടിയൊക്കെ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ.
ഏ ഇഷ്ടപ്പെട്ടാ? നമ്മളിതോടെ നമ്മളിനി ചെക്കിൻ ചെയ്യണ്ടേ? അങ്ങനെ ചെക്കിൻ ചെയ്യുവാനായി ഞങ്ങൾ ചെക്കിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. മരയൊക്കെ കുടിച്ച് ആ പൂളുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പൂളൊക്കെ ഉണ്ട്. ആ അങ്ങനെ നമ്മൾ ഡിക്കിയിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ അതാ എടുത്ത് നമുക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. സാധനങ്ങളൊക്കെ ഡിക്കി തുറന്നാൽ ഓരോന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി തരും. ഡിക്കി തുറന്നാൽ നമ്മളിതിനുള്ളില്ല, ഇതല്ലേ നമ്മളത്. ഓക്കെ ഒന്ന് ഇതിലിട്ട് ഇടേ. ആ ആ ആ ശരി ശരി. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വരൂ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ കേട്ടോ. ഡൈനിങ് ഹാള് എത്ര റൂമുണ്ട്? 1 2 3 റൂമല്ലേ? നമ്മൾ ആണുങ്ങളൊരു റൂമാ? എങ്ങനെ പരിപാടി? റൂം ഇവിടെ ഒരു അടിപൊളി റൂം, നല്ല ഇതൊക്കെ ഉണ്ട്. പുറത്തേക്ക് വ്യൂ ഉണ്ടോ? ഇതിൻ്റെ പുറത്തേക്ക് വ്യൂ എന്താ? ചേട്ടാ വാ. ഇവിടുത്തെ വ്യൂ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല കേട്ടോ. അവിടെ തോട് വരുന്നുണ്ട്. ആ അവിടെ വെള്ളച്ചാട്ടമാണെന്ന്. തോടുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ റൂം. ഇതിവിടെ വ്യൂ ഒന്നുമില്ല. പുറത്തേക്ക് എന്താ സംഭവം? പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ. ലോക്കഡാണ്, പുറത്തുനിന്ന് ലോക്കഡാണ്. ഇവിടെ വാ. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ തന്നെ പൂള്, ഇവിടെ തന്നെ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ലഭ്യം. അടുത്തത് ഈ സൈഡിൽ അമ്മായി ഓൾറെഡി ടേബിൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു ചെറിയ കുട്ടിത്തോട്, അരുവി, അങ്ങോട്ട് ചാടിക്കാണ്ട് വേണമെങ്കിൽ അവിടെ പോയിക്കൊക്കെ ചെയ്യാൻ പറ്റിക്കാരം. ആയൊന്നുമില്ല, അട്ട ഉണ്ടാവും ചിലപ്പോൾ. ആയ ഉണ്ടാവില്ല. അങ്ങോട്ട് അവിടെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, തുറക്കണ സാധനം. ഇവിടെ നിന്നാ ഇവിടെ വാ. ഇതിലെങ്ങനെ ഇത് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കാണുന്നുണ്ട്, പക്ഷെ അത് നോട്ട് അലൗഡ്. ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുമോ? നമുക്ക് അലൗഡ് ഉണ്ടോ അറിയില്ല, നമുക്ക് ചോദിച്ചോക്കാം. പക്ഷേ നല്ല രസമുണ്ടല്ലേ ഈ ചാപ്പി? ഇഷ്ടപ്പെട്ടോ? എവിടെ ഇഷ്ടപ്പെട്ടത്? ഈ വില്ലയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഏത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്? ഇച്ചാപ്പിൻ്റെ മുഖം കാണി. ഇച്ചാപ്പി ചിരിച്ചാ? ഇച്ചാപ്പി പറ, ഇച്ചാപ്പിക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടത്? പെരാണോ, തോടാണോ, പൂളാണോ, ആ കീഞ്ഞ് പാഞ്ഞ് വീണോ അതാണോ? പേര ഇഷ്ടപ്പെട്ടെ. ഇശുവിന് ഏതാ ഇഷ്ടപ്പെട്ടെ? പൂള്. ഇശുവിന് പൂളാണല്ലോ ഇഷ്ടപ്പെട്ടെ. പോയി ചോർന്നോട്ടെ. അപ്പം നമുക്ക് തന്ന വീട് ഇതാട്ടോ. നമുക്ക് അതൊക്കെ കിട്ടണേനോ? അതൊക്കെ കിട്ടിയെങ്കിലോ? അത് കിട്ടിയെങ്കിൽ നമ്മളവിടെ തീബാ നമുക്ക് ഇനി പൂളിനെ സന്ദർശിക്കാം. ഗൈസ് ഈ സൈഡിലൂടെ ഒക്കെ അത് മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ എല്ലാ സൈഡിൽ കൂടിയും സംഭവം വരും കേട്ടോ. നമുക്കായിട്ട് പൂളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, സെറ്റപ്പാക്കുന്നുണ്ട് ഗൈസ്. വെള്ളം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിറച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 അലാപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇവിടുത്തെ കുറേ ആൾക്കാർ ഡാൻസ് കളിച്ചിട്ട് വീഡിയോസൊക്കെ ഇല്ലേ? ഇത് തന്നെ കയറും. നേരെ കയറിയിട്ട് കീയ. ഇത് മുതലാവട്ടോ സംഭവം.
ഇത് വലുതല്ല ചെറുതല്ല എല്ലാവരും നമ്മളൊന്ന് കീഞ്ഞ് മൂണ് ഇങ്ങനെ കീഞ്ഞ് വരും. നമ്മളൊന്ന് ഇവിടെ തീ പാറ്റും മിക്കവാറും. നിങ്ങൾക്ക് നീന്തറിയോ? അനക്കറിയോ? നമുക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ടു? ഇവിടെ എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? റിസോർട്ടിൽ എന്ത് ഇഷ്ടപ്പെട്ടു കൂടുതൽ? ബെഡ് ഇഷ്ടപ്പെട്ടു. ഹിജാബിൻ്റെ അടുത്ത് കയറിയിട്ട് അയക്ക്. ഹിജാബിക്ക് നീന്താൻ അറിയോ? നീന്താൻ പഠിച്ചിട്ടേ. ഇന്ന് നമ്മൾ നീന്താൻ പഠിച്ചിട്ടാ. ഇന്ന് ഇച്ചാപ്പി കുഞ്ഞുട്ടി ഇവരെല്ലാവരും നീന്തം പഠിക്കുന്ന ദിവസമാണ്. കുഞ്ഞുട്ടി നീന്തം പഠിക്കും. അങ്ങടെ തിരിച്ചു പോകട്ടെ. അങ്ങനെ നീന്താനറിയോ? ഇന്ന് കാണാണ്ട് ഫോട്ടോ എടുക്കേ ഇപ്പൊ തന്നെ. എത്തത് വന്നിട്ടല്ലേ ഉള്ളൂ. ആയോ? ഇത് അതിനകത്ത് ആയൊന്നുമില്ല, ചെറിയ ആയുള്ളത്. ഇത് ഞങ്ങൾ അമ്മോന് വേണ്ടി എടുത്തു വെച്ച ഒരേ ഒരു സാധനമാണിത്. അമ്മോനെ നീന്തം പഠിപ്പിക്കൽ. ഇന്നത്തെ അധ്യായം അമ്മോനെ ഞങ്ങൾ എങ്ങനെ നീന്തം പഠിപ്പിക്കും. ബ്രില്യൻറ്റ് സർവീസ് മാൻ, ബ്രില്യൻറ്റ് സർവീസ്. നല്ല സർവീസ്, നല്ല പെരുമാറ്റം. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇഷ്ടപ്പെടല്ലേ ക്യാരക്ടർ ഓഫ് ദ സ്റ്റാഫിൻ്റെ ക്യാരക്ടർ. അതാ ചങ്ങായിക്കുണ്ട് വന്നപ്പോഴുള്ള ചിരി, സാധനങ്ങളൊക്കെ എടുത്തേക്കുക. മാഷാ അല്ലാ, അയാൾ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ. ഇന്ന് ഇമ്മച്ചിനെ നീന്തം പഠിപ്പിച്ചില്ല. അങ്ങ് നീന്തറിയോ? കുഞ്ഞോക്കറിയോ? ഇന്ന് വിലക്ക നീന്തം പഠിപ്പിക്കുന്ന ദിവസമാണ്. അമ്മോനെ നീന്തം പഠിപ്പിക്കുന്നത് എങ്ങനെ? അജുന് നീന്താനറിയോ? അജു നീന്താറിയോ? അജുവിനെ നീന്താനറിയാം കുഞ്ഞുട്ടിയെ. ഇങ്ങോട്ട് ഫോട്ടോ എടുക്കേ. വന്ന പാടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന വീട്ടിലെ സ്ത്രീകൾ പോണം. എന്തായാലും നോക്കട്ടെ. മാന്യമായി നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ വ്ളോഗർ സുരേഷ് അപ്പുറത്ത്, പ്രോ വ്ളോഗർ. അതെ, ഇത് നമുക്കൊരു വെല്ലുവിളിയായി മാറും. കണ്ടാ, ഐഫോൺ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ മുതൽ തുടങ്ങിയതാണ് വ്ളോഗർ സുരു ഓൺ ട്രാക്ക് ഗൈസ്. കണ്ട, അപ്പോൾ ക്യാമറ ഒക്കെ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും, ഏത് ഇതിൽ ഷൂട്ട് ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്യാണ്. ഇതാണ് കബായിയുടെ പരിപാടി. അടുത്ത പരിപാടി എന്താ? ഫോട്ടോ എടുക്കല്ലേ? ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം. നമുക്കറിയില്ല. അങ്ങനെ നീന്താൻ അറിയോ? നീന്തുവോ? എത്ര വട്ടം നീന്തും? 4 വട്ടം നീന്തും. ഞങ്ങൾ 4 വട്ടം നീന്തും എന്നാണ് ഗൈസ് ഇപ്പോൾ പറഞ്ഞുള്ളത്. ആങ്ങളെ ചാടേണ്ടത് പെങ്ങള്. സ്നേഹം ആങ്ങളുടെ എടുത്തിട്ടുമ്പില്ലേ? അത് നോക്കി ഡാഡി അവിടെ ഷൂട്ടിങ്ങിലാണ് ഗൈസ്. ഇറങ്ങണ സ്ലോ മോഷനിൽ എടുക്കാം. സ്ലോ മോഷനിൽ ഇറങ്ങിയേരി. ഏതാ പോസുകളോ? വീടെടുക്കി. സ്ലോ മോഷനിൽ ഇറങ്ങിയേരി. പോവും. മുടി പാറിപ്പോട്ടെ കാറ്റടിച്ചിട്ട്. അവിടെ ഏതൊരു കാക്ക എടുത്തുകാണ്ട് മണ്ടെന്നൊക്കെ പറയണ്ടേന്. എന്നെ എങ്ങനെ പറയണ്ടേന്? എൻ്റെ ബാപ്പാനെ ഒരു ദിവസം ഞങ്ങൾക്ക് റോട്ടുമെന്ന് കിട്ടും. ഞാൻ എടുത്തുകാണ്ട് പോയും. എടുത്തുകാണ്ട് പോയി കായേച്ച് എന്നെ എങ്ങനെ പറഞ്ഞ അവിടെ പോയിക്കണോ എടുത്തോടെ കുടുങ്ങി. അങ്ങനെ ഗൈസ് ഞങ്ങൾ
വാലിയിൽ ഇങ്ങനെ സൈഡിലുണ്ട്. ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ അളിയനെ പിന്തുടർന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ല ഇവിടെ നമുക്ക് ഒരു ക്രിക്കറ്റെങ്കിലും കളിച്ചാൽ പറ്റുമോ? ക്രിക്കറ്റോ ഷട്ടിലോ അങ്ങനെ എന്തെങ്കിലും അല്ലേ? ഷൂട്ട്. ഓ ഇച്ചാപ്പി ഓൺ ട്രാക്ക്. ഇവിടെ നല്ലൊരു പ്ലേയിങ് ഗ്രൗണ്ടാട്ടോ മൊത്തത്തിൽ. സംഭവം ഡേഞ്ചറാണ് കുറച്ച്. ഇത്രയും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൈകത്ത് പോകും. പിന്നെ ഷൂട്ടിങ്ങിനായിട്ട് ഭയങ്കരമായ സ്ഥലം അങ്ങനൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിൽ തോടുണ്ടാ? നടന്നു വരുന്നു. അയ്യോ അയ്യോ എന്നെ പിടിക്കേ അയ്യോ. ഇതിൽ ചാർജ് അല്ല, ഇതിൽ MB ഫുള്ളായിട്ടാണ് എടുക്കാൻ. അല്ലോ അല്ലോ അതിന് നോക്കിക്കോട്ടാ. ഇതെത്താ സ്റ്റഡി ആയിട്ട് തുടങ്ങിട്ടാ ആളാവൽ തുടങ്ങി രണ്ടാളും കൂടി. മിനോ ആയിരുന്നു. അല്ലോ അത് പേടിയാട്ടെ അതിന്. അങ്ങനെ നമ്മൾ കറങ്ങുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഏതിലും കറങ്ങുകയോ നമുക്കിതിൽ കറങ്ങാം, തിരിയാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഗൈസ്. നമുക്ക് എൻജോയ്മെൻറ്റുകൾ ഇല്ലേ, ഏത് തരത്തിലും എൻജോയ് ചെയ്യാം അല്ലേ? കറങ്ങി എൻജോയ് ചെയ്യാം, നിന്ന് എൻജോയ് ചെയ്യാം, അതാണ് നീങ്ങി എൻജോയ് ചെയ്യാം. തലകറക്കണ്ട്, ഒന്ന് പിടിച്ചാ ശരിയാവില്ല. ബാക്കി കിരിച്ചല്ലേ? പിടി 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 പിടി. എൻ്റെ വെയിറ്റ് കൊണ്ട് സച്ച് ഗൈസ്, നമ്മളെ ഫോട്ടോഷൂട്ട് പീരീഡിലൊക്കെ കഴിഞ്ഞ് നമ്മളെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പൂളിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും ഇട്ട് കണ്ട് നമ്മളെല്ലാവരും പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മളെ പൂളിൽ കുറച്ച് പരിപാടികളാണ്.
ഡ്രസ്സൊക്കെ മാറി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇവിടെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെ വന്നിരുന്ന് എല്ലാവരും പാടാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലേക്കാണ്. ഞാൻ പാടും എന്നാണ് ഓരോരുത്തരായിട്ട് പാടലേ തുടങ്ങി. അങ്ങനെ ആദ്യം തന്നെ എളാപ്പ ഓൾറെഡി നന്നായിട്ട് പാട്ടിടും. അപ്പോൾ എളാപ്പ പാട്ടാടുന്ന ഇടയിൽ കൂടെ ഇപ്പച്ചി വെക്കാണ്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. അത് വേറെ കരോക്കെ മ്യൂസിക് ഇട്ടിട്ടാണ് നമ്മൾ പാടിയത്. അപ്പോൾ അത് കാരണത്താൽ നമുക്ക് ഈ പാട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ. കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ്. അപ്പോൾ ഈ വ്ളോഗ് ഇടുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പാടിയ ജസ്റ്റ് കാണിക്കുള്ളൂ, അല്ലാതെ നിങ്ങളെ പാട്ടൊന്നും ഇതിൽ എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കട്ടെ. ഈ മീനൊക്കെ പാട്ടാടണ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കാൻ പോണത്. ഓളെന്നെ പാടിയിട്ട് ഓളെന്നെ ചിരിച്ചണം ഇതിൽ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഡിന്നർ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ സെറ്റാക്കി കഴിച്ചു. ഞങ്ങളിനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കുട്ടികൾ ഒരാരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഫുഡ് കഴിച്ചാ? ഇച്ചാപ്പിയെ മൈക്ക് കുടിച്ച് സംസാരിക്കേ. ഇച്ചാപ്പി എന്ത് കഴിച്ചത്? പൊറാട്ട. ഇതാരൊക്കെ ഇവിടെ ചട്ടിൽ കഴിച്ചത്? ബാബ, പിന്നെ സച്ചു. ഇതാര് വരണ്ടേ? റിച്ചു ആണ് വരേണ്ടത്. ഇതെന്താ കഴിച്ചത്? പൊറാട്ട ഗ്രേവി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു? ഇവിടുത്തെ സ്റ്റേ ഇഷ്ടപ്പെട്ടോ? ഇവിടെ എങ്ങനെയുണ്ട്? ഇങ്ങനെ നിന്നുകണോ നമ്മള്? കൊറേ ചിരിച്ചില്ലേ? അടിച്ചു പൊളിച്ച നമ്മള്. ചാപ്പി പാട്ടാടിയാ? ഇതെന്ത് എനിക്ക് പാട്ടാടി തരാത്ത? നമ്മളെ പ്രേക്ഷകർക്ക് ഒരു പാട്ടാടി കൊടുത്താ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊരു പാട്ട്. സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പാട്ടാടി കൊടുക്കണം. അപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് ഉറങ്ങൂലേ രാത്രിയായാല്? ഇപ്പൊ രാത്രിയായി സബ്സ്ക്രൈബേഴ്സ് ഉറങ്ങൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് പാട്ടാടി കൊടുക്കുക. എൻ്റെ പാട്ട് പാടേ മദ്രസത്തെ? സുഭഗത്തിലൊരുങ്ങുന്ന സുമവദനനിലാവിലു കല്യാണം സുമുഖിയലാസിയമറിയമ്പി സുഖമോദവിലലിയും കല്യാണം അമ്പിയ മലകുകളടിച്ചേർന്നു അവിടംബുജമലരുകയകാർന്നു അമ്പരമിസ്ക് മണം ചേർന്നു അമ്പിളിത്തോഹാ റസൂൽ വന്നു അമ്പരമിസ്ക് മണം ചേർന്നു അമ്പിളിത്തോഹാ റസൂൽ വന്നു സുഭഗത്തിലൊരുങ്ങുന്ന കല്യാണം സുമവദന നിലാവിലു കല്യാണം സുമുഖിയലാസിയമറിയമ്പി സുഖമോദമിലലിയും കല്യാണം അമ്പവനേകിയ സൽക്കാരം കരളിമ്പ ബീബിൻ കല്യാണം. എല്ലാവരും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറയും എല്ലാരും എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ പല്ലിനുള്ളിൽ കൂടി എല്ലാരും കൂടി പോകും. സബ്സ്ക്രൈബ് സനു സനുന് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടാ? ഫുഡ് കഴിച്ചാ? എന്ത് കഴിച്ചു? പൊറാട്ടയും ചിക്കൻ കറി. ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാ? അടിച്ചു പൊളിച്ചാ? എന്തൊക്കെ അടിച്ചു പൊളിച്ചു ഇവിടെ? പൂള് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? പൂള ഏറ്റവും ഇഷ്ടപ്പെട്ട് ചാടിയ ഞങ്ങക്ക് നീന്തറിയോ? അത് ക്യൂബ് ഇട്ട് കണ്ടില്ല. ക്യൂബ് ഇട്ട് കണ്ടാണ് അത് ക്യൂബ് ഇട്ടിക്കാണ്ട് നീന്താൻ പഠിച്ചത്. അതിപ്പോ എല്ലാവർക്കും കഴിയും. ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് രാവിലെ നീച്ച് വെയിലൊക്കെ വന്ന് ഇത് നമ്മളിവിടെ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ബാക്കിൽ നല്ല തോടൊക്കെ ഒഴുകുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞാൻ. ഇവിടെ കുറച്ചും കൂടി താഴെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കട്ടൻ ഒക്കെ നമ്മൾ കുടിച്ചിട്ടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിച്ച് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കുടിച്ചോളൂ നിങ്ങൾ. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി ഞങ്ങൾക്ക്. കാരണം എനിക്ക് രാവിലെ നീച്ച പാടെ തന്നെ ചായ വേണം, അല്ലെങ്കിൽ ഞാൻ പെട്ട്.
അപ്പോൾ പിന്നെ ഞാൻ ഒന്നാമത് എണീക്കാൻ കുറച്ച് ലേറ്റായി. കാരണം ഉറക്കം വരും. നമുക്കൊരു വീട് മാറിയിട്ട് വേറൊരു വീട്ടിൽ പോയി കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതേ ടൈപ്പ് ചെയ്യട്ടോ. ബാക്കിയുള്ളതൊക്കെ നീച്ച് അവിടെ ഷട്ടിൽ കളിയും ഊഞ്ഞാലാട്ടം പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതെല്ലാവരും കൂടി പൂളിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ പൂളിൽ പോവും, ചാടും. അത് കഴിഞ്ഞ ശേഷം നേരെ കുളിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ റിസോർട്ട് വിടുക. അതായിരിക്കും നമ്മളെ പരിപാടി. വേറെ ഇനി വേറെ ഗെയിംസോ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പൂളിലേക്ക് പോവാം. ഗൈസ് രാവിലെ ആയി വീണ്ടും പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. ബാ ഇറങ്ങില്ല ഹൈസ്. ഇറങ്ങിയാ ചാടേ തണുത്തിട്ട് ഇപ്പൊ എന്താ ഇറങ്ങാൻ തോന്നില്ലേ? ഇപ്പൊ തോന്നിയില്ലേ? ഞാനൊന്ന് കുളിച്ചിക്കാണ്ട് വരാം ഗൈസ്. ഹലോ 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 ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറി വന്നിട്ട് ചാടാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾ ഇറങ്ങണില്ല? എൻ്റെ ഒരു മൈൻഡ് നോക്കണം. തണുപ്പിന് കാല് വെള്ളത്തിലൊന്നും തട്ടം കൂടി ചെയ്തിട്ടില്ല. ഞാൻ നേരെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യണം. തണുപ്പ് എന്താണെന്നും കൂടി അറിയില്ല ഈ വെള്ളത്തിൻ്റെ. ഇങ്ങനെ തണുത്തിട്ട് എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റില്ല, അവസ്ഥയായി പോയി. ചാടി ചാടി. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചെയ്യാൻ പോയതാണ് ഗൈസ്. അടുത്തതായി ഞങ്ങളെ കുളമായ തിരിഞ്ഞു ചാട്ടം. ഇതെന്ന് പറയുന്നത് ഒരു വ്ളോഗ് മാത്രമല്ല, ഇത് ഞങ്ങൾക്കൊരു മെമ്മറീസും കൂടിയാണ്. നല്ല രസകരമായ മൊമെൻ്റൊക്കെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മൾ ഒന്ന് എൻജോയ് ചെയ്തതിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോണിൽ നിന്ന് പോയാലും യൂട്യൂബിലെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഗൈസ് പാക്കപ്പ് ചെയ്യാൻ പോവാണ് ഈ റിസോർട്ടിൽ നിന്നും. കണ്ട അമ്മോനൊക്കെ സാധനങ്ങളെടുത്ത് പോവാണ്. അളിയനവിടെ പിള്ളേർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരത് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ ഫുള്ള് സെറ്റായി, എല്ലാവരും കുളിച്ച് മാറ്റി റെഡിയായി ഇതാക്കി നിൽക്കുകയാണ് ഗൈസ്. ചാടിക്കൂടെ അങ്ങോട്ട് ബൈ. എവിടെ കൊണ്ടുപോയി വെക്കും? എവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയാ? എല്ലാം എടുത്താ നമ്മൾ രണ്ടാളും സാധനങ്ങൾ എടുത്താ? റെഡിയാ? എന്താ എടുക്കാണ്ട? എന്താ എടുക്കാനുള്ളത്? ആരുടെ നമ്മൾ രണ്ടാളത് സെറ്റായാ? എല്ലാം ഉണ്ടാ? ഡിക്കൊക്കെ തുറന്നു ഓൾറെഡി. ലോക്കൊക്കെ ഓപ്പൺ ആക്കിക്കണം. അതൊക്കെ ഞാൻ എടുത്തുകൂടെ അതോടെ ഏർപ്പെടുത്തിട്ടില്ലേ? ആരാ ഇത്? നിങ്ങൾ പോകുമ്പോ തന്നെ ഒരു സ്പ്രേന്റെ മണം പോയായി. ഞാൻ എൻ്റെ സാധനം എടുത്തു. ആർന്നറിയില്ല, എന്തായാലും എടുത്തു അതിൻ്റെ ഉള്ളിൽ കിട്ടണം. നമ്മളതാണെങ്കിലോ നമ്മളെ ചായ, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. കഴിക്കണ്ടേ? യെസ്, കഴിക്കണ്ടേ? കഴിക്കണം.
ഇച്ചാപ്പിയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട നമുക്ക്? എന്ത് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുക? എവിടുക്കാ ഫോട്ടോ? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? ബ്രെഡ് ജാമോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മൂപ്പര് ഉദ്ദേശിക്കുന്നത് ബ്രെഡ്. താങ്കളുമായി ഒരു അഭിമുഖം നടത്താറുണ്ട്. അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി ഇച്ചാപ്പി ഓൺ സ്റ്റേജ്. ഇച്ചാപ്പിയുമായിട്ടുള്ള ഗൈസ് അമ്മോനെയും അമ്മായിയും ഇറങ്ങിക്കാണ് മൊത്തത്തിൽ. തോട്ടൊക്കെ ചാടുവോ? മിക്കവാറും ക്യാമറമാൻ അടിക്കേ. താങ്കളുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. ഓക്കെ, താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും മാത്രമാണ് കഴിക്കാറ് രാവിലെ? അടുത്ത് കുടിക്കേ? പുട്ടും പത്തിരിയൊക്കെ കഴിക്കും. എന്താണ് താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്? മസാല ദോശ. മസാല ദോശയാണോ? മസാല ദോശ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്? വാവ്. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയോ സംസാരിക്കാൻ? ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 1ാം ക്ലാസ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1ാം ക്ലാസ്സിൽ പഠിത്തം എങ്ങനെ പോകുന്നു? പ്രതിമ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാല്. എൻജോയ് ചെയ്യല്ലേ? നമുക്ക് അവിടെ പോവാം, അങ്ങോട്ട് അപ്പുറത്തേക്ക്. എത്ത ഇത് ലിപ്സ്റ്റിക് ഇട്ടതാ ഞാൻ? അങ്ങോട്ട് കാണിച്ചെടുത്തോ. ലിപ്സ്റ്റിക് ഇട്ടിക്കണ്. ഓള് ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങിയതാ. സിധുവിനെ നമ്മൾ ബാ സ്പീഡ് നടന്നോണ്ട്. ഇതൊക്കെ ഷൂ ഇടാത്ത മര്യാദക്ക്. അങ്ങനെ ഗൈസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ഗൈസ്. ഓക്കെ. ബ്ലോഗർ വന്നുകൊടുക്കണം. അത് ബ്ലോഗർ മെല്ലെ നടക്കണുള്ളൂ ക്യാമറ ആയിട്ട്. ഇവിടെ അങ്ങ് ഒരു പണിയില്ലല്ലോ. ഇവിടെ നമ്മുടെ ക്യാമറ നിയന്ത്രിക്കാൻ പോകുന്നത് ഷാദിൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു കൊടുക്കാം. എന്നാ ബ്രെഡ്, വെള്ളപ്പം, അപ്പം, അടുത്തത് മുട്ടക്കറി, അടുത്തത് പുട്ട്, കടലക്കറി. ഇതെല്ലാം നമുക്ക് സെറ്റാക്കി തന്ന 2 അംഗങ്ങൾ. അവരെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. ബാ ക്യാമറ കണ്ണുകൾ. അതെ, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി അവിടെ നിന്ന് അണിങ്ങി ഒരുങ്ങി വരണം ഇമ്മച്ചിയും ബാക്കിയുള്ളവരൊക്കെ. ഇവരെല്ലാവരും കൂടി അണിങ്ങി ഒരുങ്ങി വരുമ്പോഴത്തേനും ഒരു സമയം എടുക്കും അല്ലേ? എല്ലാവരും എന്താണ് നിങ്ങൾക്ക് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന അനുഭവം? നല്ല അനുഭവം. ഇഷ്ടപ്പെട്ടാ? എൻജോയ് ചെയ്താ? ഇപ്പൊ പൂളി ചാടി നിങ്ങളൊക്കെ? എല്ലാവരും ചാടി? നീന്തം പഠിച്ചോ വന്നിട്ട്? നീന്തം പഠിച്ചാ? അങ്ങനെ എല്ലാവരും നീന്തം പഠിച്ചിട്ടാ പൂളിലേക്കൊക്കെ വന്ന് കണ്ടേ. സിധു പഠിച്ചാ? സിധു നീന്തം പഠിച്ചെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് ആരാ? സന്നു പോയി അടുത്തുന്ന. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ? ഇവിടുന്ന് വിടുക. എന്നിട്ട് നമ്മൾ എവിടെ പോവും? എവിടേക്ക് പോകാൻ ഇഷ്ടം? പാർക്കാണ് ഇഷ്ടം? നമുക്ക് അവിടെ ഇഷ്ടം പാർക്കാണ് ഇഷ്ടം. പാർക്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ പാർക്ക് പോയിട്ട് കളിച്ചു കീഞ്ഞുകൊണ്ടൊക്കെ പോവും. കുത്തിമറിയും. അവിടെ ഫുൾ പട്ടിച്ചോ. അടിച്ചു പൊളിച്ച. എന്നിട്ട് നമ്മൾ ഇന്ന് വരി പോവും ഇൻഷാ അല്ലാ അല്ലേ? വാച്ചോ? വാച്ച് ഇതാ 2 വാച്ച്, 2 അക്കന്മാറി വാച്ചുകളുമായി 2 ആൾക്കാർ. അടുത്തതായി നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരുന്നത് നവക്കുട്ടി. ഇമ്പേടിയോ
അടുത്തതായി ഞങ്ങളുടെ കൂടെ നവമോൾ. നവമോൾ എന്താണ് പറയാനുള്ളത്? നവമോൾക്ക് അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഞങ്ങളുടെ വ്ലോഗിൽ ഫുഡ് നിങ്ങൾ വരി, എല്ലാവരും വരി. ഞങ്ങളുടെ വ്ലോഗിൽ ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ് ഗായ്സ്. ഞങ്ങൾ തകർത്ത് പൊളിച്ചടക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ ഫാമിലിയുമായിട്ട് വന്നതാണ് ഗായ്സ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ പോവാണ്. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും തിന്നണം. എന്നിട്ട് ഞങ്ങൾ എവിടെ പോവും? അവിടെ പഠിക്കാം. അപ്പോൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പം പോവും. അപ്പോൾ ഇഷ്ടമല്ല. നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വരൂ. അങ്ങനെ നമ്മുടെ പുട്ടും കടലയും ഞങ്ങളുടെ പുട്ടും കടലയും കഴിക്കാൻ പോകണം ഗൈസ്. നല്ല സോഫ്റ്റ് പുട്ടിട്ട അപ്പം മുട്ടക്കറി എന്താ പാട്? കുഴപ്പമില്ല. ഞാൻ പുട്ടും കടലയും ടേസ്റ്റ് ചെയ്തോ. കോംപ്ലിമെൻ്ററി മതി. തീറ്റ മോഡ് ഓൺ. എത്ര ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് മതിയാണില്ല ഗൈസ്. ഇനിയും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട ഡ്രസ്സല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോകുന്നതിൻ്റെ മുന്നേ ഒരേ ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈ റിസോർട്ടിൽ നിന്ന് വിട പറയാൻ പോവാണ്. നമ്മളിനി എന്തൊക്കെ 2-3 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 2-3 സ്ഥലങ്ങളിലേക്ക് ഞങ്ങളിങ്ങനെ മെല്ലെ ഇങ്ങനെ പോയോക്കട്ടെ. ഈ 2 സ്ഥലം മിക്കവാറും പോകുള്ളേക്കാരം. എല്ലാ സ്ഥലവും പോകുമെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും പാക്കപ്പായി, എല്ലാവരും വണ്ടി കയറി തുടങ്ങി. നമ്മളിവിടുത്തെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറയണം. ഇവരൊക്കെ ഭയങ്കര കമ്പനി ഉണ്ടാകും, നല്ല അടിപൊളി മനുഷ്യന്മാർ. അപ്പോൾ നമ്മളിനി റിട്ടേൺ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടിക്ക് കാണാം. വണ്ടി കയറണം. അപ്പോൾ ശരി, ബൈ. കാണാം എന്നാൽ. ആയിക്കോട്ടെ, ഓക്കെ. സ്റ്റെല് കാണാം. അതെ. അപ്പം ഞാൻ വണ്ടി നൈസായിട്ട് ബാക്ക് എടുക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഊരു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ. ഇതാണ് ഊരു. ഇത് സ്ഥലത്തെത്തിയിട്ടില്ല. നമ്മളിനി വണ്ടി കയറിയിട്ട് പോകണം. എല്ലാവരും കൂടി 2 ജീപ്പിനുള്ള ആളുണ്ട്. ഞങ്ങൾ 2 ജീപ്പിന് കയറും. എന്നിട്ട് ഞങ്ങൾ പോകും ഗൈസ്. ഊരു. നമ്മളിവിടെ വരുമ്പോൾ നമുക്കെന്ത് കിട്ടും? ഇങ്ങനത്തെ തൊപ്പികൾ കിട്ടും തണലിന്. അപ്പം നമുക്ക് ഉള്ള ജീപ്പ് തട്ടും. പോരി കയറിക്കാണ്ട് കാത്തിക്ക്. ഇതാണ് നമുക്കുള്ള ജീപ്പ്. നമ്മളിവിടെ നിന്ന് ജീപ്പ് കയറിയിട്ട് പോകലായി. കാരണം അങ്ങനെ ഗൈസ് ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര വ്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ ജീപ്പിൽ പോകുമ്പോൾ നമ്മുടെ ഈ നാച്ചുറൽ സൗണ്ട്സ് കേൾപ്പിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജീപ്പിൽ പാട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കോപ്പിറൈറ്റ് അടിക്കാതെ കേട്ടോ. ഭയങ്കര വ്യൂ ആണ്. നമുക്ക് കുറച്ച് പേടിപ്പെടുത്തൊക്കെ ചെയ്യും. നമുക്ക് താഴേക്ക് നോക്കിയാൽ പേടിയാവുന്നതിനൊക്കെ ഭയങ്കര പേടിയാവും കേട്ടോ. അത്രക്കും ഒരു പേടിപ്പെടുത്തും. കാരണം നമുക്കൊരു ചെറിയൊരു ചുരം പോലെയാണ്. നമുക്കത് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റിൽ കട്ട് ചെയ്ത് ജീപ്പ് ഇങ്ങനെ കയറി പോകും. ഭയങ്കര രസം. എന്നൂർ ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ കവാടത്തിലെത്തി. നമ്മളിനി ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അവിടെ നിന്ന് തന്നെ നമ്മളിത് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കാണണം ഗായ്സ്. എന്ത് മനോഹരമാണെന്നറിയാം. മനോഹരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കണം ഗായ്സ്. ഞങ്ങളത് എല്ലാവരും കൂടി കയറാണ് ഗായ്സ്.
ഞങ്ങൾ ടിക്കറ്റ് ഞങ്ങൾ എത്ര പേരുണ്ട് ഉഷാറ് ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങളിതാ കവാടം കടന്ന് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുള്ള കേട്ടോ. നമ്മളിന്നീ കുറേ ഫാൻസ് ഞങ്ങൾ ഇന്നെ കാണിച്ചേ നിങ്ങൾ എടുക്കണം പോത്ത മുന്നേ പോവാ. അങ്ങനെ ഞങ്ങളിതെങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഭയങ്കര മനോഹരമായ വ്യൂ ഉണ്ട്. പിന്നെ കുറേ പേര് ബാക്കിലുണ്ട്. എല്ലാവരും കൂടി വന്നുകൊണ്ട് കേട്ടോ. നമ്മളിനി മുകൾക്ക് ഇങ്ങനെ കയറി പോകണം. ചുരം കയറണമാതിരി കയറിയില്ലേ അല്ലേ? ഇപ്പുറത്തെ അപ്പുറത്ത് നോക്കുമ്പോൾ പേടിയാണില്ലേ? ഇവിടെ പ്രോ ഡ്രൈവേഴ്സാണ്. പ്രോ ഡ്രൈവേഴ്സ് ഇവിടെ നമുക്ക് ആർട്ട് ഏരിയ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ടല്ലോ ഇവിടെ? ആർട്ട് ഏരിയ, ട്രൈബൽ കഫറ്റേരിയ, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കംഫർട്ട് സ്റ്റേഷൻ. അപ്പൊ നമ്മള് ക്യാമറമാൻ അപ്പം നമ്മൾ ആർട്ട് ഏരിയ ഒക്കെ ഉണ്ട് മുകളിൽ. ആർട്ടാണ് നമ്മളെ മെയിൻ. ആർട്ടുകൾ വേറെ ഫോണിലെടുത്തോ, ഞാൻ വ്ളോഗ് എടുക്കാം. ഫോട്ടോ അല്ലേ? ഫോട്ടോ എടുത്തോ, പാണ്ടി എടുത്തോ. അപ്പോൾ നമ്മളിതിങ്ങനെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ചെറിയ ആർട്ടുണ്ട്. അത് ആർട്ടല്ല, അത് ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു എന്താ ഇതിൻ്റെ പേരെന്താ ഇവിടുത്തെ എന്നൂരിൻ്റെ ഇതായിരിക്കും. ഏത് പ്രതിമ. പക്ഷെ ഗൈസ് ഇങ്ങോട്ട് ബാക്കിലേക്കൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ഇവിടെ വണ്ടിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് കയറാൻ പറ്റുന്നവരുണ്ട് കേട്ടോ. അങ്ങോട്ട് വണ്ടിയായിട്ട് കയറണമെങ്കിൽ വണ്ടിയായിട്ടും കയറൊക്കെ ചെയ്യാം നമുക്ക്. അത്രയും സ്ഥലത്തേക്ക് എല്ലാവരും കൂടി കയറുമെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മളവിടെ നിന്ന് ഇത്ര അങ്ങോട്ട് കാണിച്ചെടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് കാണിക്കുക. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വരെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി. അവിടുന്ന് ഇവിടെ വരെ എത്തണ്ടേ, നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോകണം. അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. ബാക്കിലേക്ക് നോക്കുക, എന്ത് മനോഹരമായ വ്യൂ. ആ വ്യൂ, ആ പച്ചപ്പ്, ആ മണം, ആ രസം വേറെ തന്നെ ഒരു ലെവല്. സോ ഗൈസ്, നമ്മൾ അവിടെ വേറെ എന്തൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. പക്ഷേ ഐ തിങ്ക് നമ്മളൊക്കെ അതിൻ്റെ ആവശ്യമില്ല തോന്നണം. അത് വേറെ ഒരു ഫുഡിൻ്റെ കൗണ്ടറാണ് തോന്നണം കേട്ടോ. അതിനോ എന്താണ് അവിടുത്തെ വ്യൂ, വേറെ എന്തെങ്കിലും വ്യൂ ഉണ്ട് ഇനി അവിടെ ഇല്ലാണ്ട് പോണ്ട. ഓ മാൻ, വാട്ട് എ വ്യൂ, മാഷാഅല്ലാഹ്. ഇവിടെ തന്നെ വേറെ ടൈപ്പ് വ്യൂ ഗൈസ്. വേറെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വ്യൂ ഗൈസ്. ഈ വ്യൂ, ഈ കാറ്റും കാണാൻ എന്ത് രസം. ഉഫ്, മാഷാഅല്ലാഹ്, പൊളി പൊളി. ഉഫ്, ഭയങ്കര രസം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ ഫീൽ ഗൈസ്, ഫീൽ. നടന്നു പോവാൻ ഇങ്ങനത്തെ ഏരിയ ആണ് കേട്ടോ. ലുക്ക് ലൈക്ക് ഹാൻഡ് മെയ്ഡ്. നല്ല കല്ലിട്ട പ്രദേശം. ഇതിങ്ങനെ ഇപ്പം മഴയാണെങ്കിലും നമ്മൾ എന്താ പറയുക, കീഞ്ഞ് വിഗൂലായിരിക്കും മേ ബി എടാ. സോ നമുക്ക് ഇങ്ങനെ ഈ പോകുന്ന ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയകളുണ്ട്. ഇതിൻ്റെയൊക്കെ മിഡിൽ
സോ നമുക്കിങ്ങനെ നടന്ന് പോകുന്നിടയിലൂടെ നമുക്കിങ്ങനത്തെ ഈ ഏരിയയിലൊക്കെ വേറെ വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. ഇതാ വാവ്, എന്ത് രസം ഗൈസ്, മാഷാ അല്ലാഹ്. ഇനി നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോവാം. എല്ലാവരും നടന്നു പോകുന്നുണ്ട് മുകളിൽ. അതുകൊണ്ട് അവിടെ അങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഏരിയാന്ന് തോന്നുന്നു. സംഭവം നല്ല ഭംഗിയുണ്ട് മാഷാ അല്ലാഹ്. ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ്. എന്നാ വാ, അറബികളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ. പോരാ. അങ്ങനെ നമ്മളിപ്പോൾ വേറൊരു വ്യൂ പോയിൻ്റ്. ഇതിൽ ഏരിയ മൊത്തം ഒരു വ്യൂ പോയിൻ്റാണ് ഗൈസ്. ഈ ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നല്ല ഓ മാൻ, അതൊക്കെ കണ്ട ഗൈസ്, നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല സ്ഥലം അല്ലേ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം, നിന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ചെരിച്ചു പിടിക്കുക. ഇമ്മച്ചിന്നേ കാലുവേദന ഇളകിയിട്ട് കാല് നീട്ടിയിരിക്കും വണ്ടിയിലൊരു ഇരുത്തം മിക്കവാറും. എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓട്ടർഷ ഉണ്ട് ഭാഗ്യത്തിന്, കൊടുക്കേണ്ടി വേറെ പൈസ. ഓ എന്ത് വരവാ വന്നത്. ബാ, ഇത് വിശ്രമ കേന്ദ്രമാണ്. ആർട്ടുകളുണ്ട് ഇവിടെ. നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ അതാ മനസ്സിലാക്കിയത്. സോ മെനി ആർട്സ് ആർ ദെയർ ഗൈസ്. നമുക്ക് വാ പോരെ. നമുക്കിവിടെ എന്താ, ഇത് ഓഫീസല്ലേ, ഓഫീസ് വിശ്രമ കേന്ദ്രമാണ്, വേറെ ഒന്നുമല്ല. കോട്ടേജ് വില്ലേജ്, ഇത് ഓഫീസാണ്. ഇവിടെ ഒന്നുമില്ല അറിയാം. ബാ ഓഫീസിക്കോ. മോൾക്കാറാ വാ. ഫുൾ ക്ലാരിഫിക്കേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ, എക്സിബിഷൻ ഹാള്, കൊടണ്ടാറില്ല, ഫെസിലിറ്റേഷൻ സെൻറ്റർ, കംഫോർട്ട് സ്റ്റേഷൻ, ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്കൊക്കെ മുകളിലാണുള്ളത്. എന്നിട്ട് ഓരോടെ കുത്തരണം. അവിടെ ഇരുന്നുട്ടാ, അതൊന്നും പോരില്ല ഇനി. അപ്പോൾ ഇനി അവിടെ നിന്ന് മുകൾക്ക് പോലുണ്ടാവില്ല. അല്ലെങ്കിൽ നടക്കണ കാര്യത്തിൽ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. നടക്കണ കാര്യത്തിൽ ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ പെറ്റ് പോകും. ഉഷാറല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്നൂരിലെത്തി. മിക്കവാറും ഇതായിരിക്കും എന്നൂര്. അതൊന്നും ഇതിൻ്റെ മുകളിലേക്ക് ഇനി പോകണ്ടാവും. തളർന്നു ഗൈസ്, നമ്മൾ വന്ന് തളർന്നു. എന്താണ്ട് നമ്മൾ ആദ്യം അവിടെ പോകണം, ഇവിടെ പോകണം. കിഡ്സ് പാർക്ക് സ്റ്റേഷൻ, ഒരു കൊച്ചു പാർക്ക്. അവിടാണ് മെയിൻ. അങ്ങോട്ടൊക്കെ നമ്മളെ എത്തിയിട്ടില്ല. അതാണ് ശരിക്കും എന്നൂര്. ഇത് പാർക്ക്, അതിൽ പോകണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ മാത്രം അടുത്തുള്ളൂ. നമ്മളപ്പം വന്നവർ ഇവിടെ എത്താൻ സാധ്യത വളരെ കുറവാണ്, വളരെ അധികം. അതാണ് കേട്ടോ എന്നൂര്. ഇവിടെ വന്നാ എന്നൂരിന്ന് കാണിച്ചെടുത്തോട്ടെ.
എന്നൂര് കാണില്ലല്ലോ കൂടെ വള്ളച്ചക്കറൊക്കെ ഉണ്ടോ അവിടെ? ബാ മണിക്കാരം ബാ ഉണക്ക്. ആ സോ ഗൈസ് നമുക്ക് അപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിക്കവാറും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. നമ്മൾ താഴത്തേക്ക് ഇതിൽ പോകാം. ഇവിടെ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പോയാൽ ഇപ്പിലിട്ടതും ബത്തക്കൊക്കെ ഉണ്ട്. വാവ് ബത്തക്ക തിന്നുകൊണ്ട് പോവാം. അല്ലേ സിതുവാ ബത്തക്ക തിന്നുകൊണ്ട് നമുക്കിങ്ങനെ പോലെ കട്ടേടാ. അതെയാ അങ്ങനെ പത്തക്കതിയാ രണ്ട് പത്തക്ക ഒരു പൈനാപ്പിൾ. പത്തക്ക ഒരു പൈനാപ്പിൾ വേണം. ഇല്ലല്ല മോരണോ ആ ഹാ പൈനാപ്പിൾ എങ്ങനെയുണ്ട്? സീന ഇച്ചാണോ എനിക്കാണ് കാണുക. ആ ബാ കുറ്റം നല്ല ഒത്തക്ക ഞാൻ ഒന്ന് തിന്നിങ്ങനെ പോരെ. ഏതാ വൈ ഇതേ കയറല്ലേ? ചപ്പടക്ക് നമ്മളിങ്ങനെ കുഴപ്പമില്ല. എന്നാൽ പെരുമധുരമാണോ അതുമല്ല, ഒരു നോർമൽ മീഡിയം. സോ ഗൈസ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഇതാണ് കേട്ടോ ശരിക്കുള്ള എന്നൂര്, ട്രൈബൽസ് എന്നൂര്. അപ്പം നമ്മൾ ഏയ് വാഷ്റൂം തനത് അസ്വൽത്ത് കേന്ദ്രം ആർച്ചറിയുന്നു എന്താ സംഭവം? ഇതായിരിക്കും അമ്പയത്ത് ആ അങ്ങനെ അതിൽ നമുക്ക് അമ്പയത്ത് ചെയ്യാം. 30 റുപ്യ അമ്പയത്ത് ചെയ്യണോ? പോയി വരാം. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഗൈസ്. കണ്ട അമ്പയത്ത് കാണിച്ചാ ഇവിടെ അമ്പയത്തൊക്കെ ഉണ്ട്. നമുക്ക് പറ്റിങ്ങ മൂറ്റിക്കാം. നമ്മൾ ആദ്യം ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ പോയി നോക്കാം ഗൈസ്. വേ ഇൻ അകത്തേക്കുള്ള വഴി നമുക്ക് ഇത് വഴി നമുക്ക് പോകാം. ഫസ്റ്റ് കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇതിൽ പോവാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ പോയാം. നമ്മളെ വൃത്തിയിലുള്ള ആൾക്കാരുണ്ട് കൂടെ ഉണ്ടതിന്. ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. വീടല്ലേ? കാർഷിക പൈതൃകം എവിടുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ? ബാ ബാ. സോ നമ്മൾ ഒരു വീട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടിയ പോലെ ഉണ്ട്. ഇത് കണ്ടിട്ടോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കണ്ടിട്ട് തോന്നുന്നു. എല്ലാത്തിൻ്റെ ഉള്ളിൽ ചെറിയ എക്സിബിഷൻ ഉണ്ട് എന്തായാലും. വാ എല്ലാം ഇതൊക്കെ മണ്ടനല്ലേ. വാ ആചാര പൈതൃകം റിച്വൽ ഹെറിറ്റേജ് ഗാലറി. വാവ് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. വയനാട് കാദർ മാവിലൻ കുറേ സംഭവങ്ങളുണ്ട്. കോമരം വാളും പരിചയം.
ഓലക്കുട പഴയ സംഭവങ്ങളല്ലേ. തൂക്ക് വിളക്ക് സാധനങ്ങളില്ല, പക്ഷെ അതൊക്കെ അതിൻ്റെയൊക്കെ എയ്ത്തോല, നാട്ടുഗദ്ദിക അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പഴയ കത്തി, ഒരു കത്തി ഇവിടെ ഉണ്ട്, കിണ്ണം. ഇതിൻ്റെ അടിക്കുറിപ്പ് ഇവിടെ ഇല്ല. ഇത് പീഠം. പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു? പീഠം എന്ന് പറഞ്ഞാൽ എന്തിനു പറയാം, നമ്മൾ ബുക്കൊക്കെ ചെറിയ ഇതൊക്കെ എടുത്തേ എന്താ ഇതുവരെ ആദിവാസികൾ ടൈപ്പ് എന്തോ ആണത്, നമുക്കത് വിവരിക്കാൻ അറിയില്ല. ഇതിപ്പോൾ ഏത് വീട്ടിലേക്ക് കയറിയത് ഏത് വീടെ കണ്ടെന്ന് മനസ്സിലാവില്ല, എല്ലാം ഒരേപോലെ ഉള്ളതുകൊണ്ട് ഏതാണെന്നറിയില്ല. മിനുവിനെ മാത്രം കാണുന്നുണ്ടോ അവിടെ? വാ 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 ഇതോ, ഇവിടെ എന്തോ കുട്ടികളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്, നമുക്ക് പോയി നോക്കാം എന്ത് കൊട്ട അവിടെ ഉള്ളതാണ്. സോ ഗൈസ് ഇവിടെ വീണ്ടും ഇവിടെ വേറെയും കുറേ പേരാളുണ്ട് ഗൈസ്. നമ്മൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന്? ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഡിസ്പ്ലേക്ക് വെച്ച്. ഓക്കെ. ഉറി പഴയ ഉറി, വരഞ്ചി, കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ചിരട്ടത്തവി ഒക്കെ പഴയ സാധനം. പല ബാ അടുത്തതായിട്ട് ഗൈസ് ഇവിടെ മുകളിൽ വേറൊരു വീടും കൂടി ഉണ്ട്. ഡോൺ ക്രോസ് വേ വാക്ക്, നടപ്പാത മറികടക്കരുത്. വേറൊരു ഇറങ്ങുന്ന വേറെ എവിടെ എത്തും, വൈവിട്ട് പോകും നമ്മൾ. നമ്മൾ ഗൈസ് മുകളിലേക്ക് തന്നെ കയറാം. മുകളിൽ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ കയറിനോ അറിയില്ല. എന്തായാലും ഈ വഴിക്ക് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പഴയ ജലചക്രം കണ്ടോളൂ. ജലചക്രത്തിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്, അതിന് ഭയങ്കര രസമാണ് ജലചക്രം. ഇവിടെയാണ് സാമൂഹ്യ പൈതൃകം എന്ന് പറയുന്ന സംഭവം. നല്ല കാവിയിലുള്ള കാവ്യ ഫുള്ള്. ഇവിടെ ക്യാമറമാനാണ് ഇവിടെ. ഇതൊക്കെ ഫുള്ള് കാവ്യ കേട്ടോ. അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കേ. കണ്ട മാനിപ്പുല്ല് കൊട്ട, വിളക്കുണ്ട്, പഴയ വിളക്ക്, വെറ്റില ചെല്ലം, കുറച്ച് സാധനങ്ങൾ. ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് നല്ല കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നല്ല തണുപ്പുണ്ടോ? എന്താ ഇവിടെ വന്നിട്ട് അന്തരീക്ഷം എന്താ അന്തരീക്ഷം ഇവിടെ ഉള്ളത്? അതെ, തണുപ്പില്ലേ? നല്ല കാറ്റും തണുപ്പില്ലേ? ഇവിടെ ഇങ്ങനെ കുപ്പായം കഴിച്ചിട്ട് ഇരുന്നാണ് ഇങ്ങനെ കഞ്ഞി പിടിച്ച് അങ്ങനെ ഉണ്ടാവും. സൂപ്പറാവില്ലേ? വാവ്, പൊളിക്കുന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ സിതോ?
എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഇവിടെ ഇരിക്കണോ? എന്താ ഇഷ്ടപ്പെട്ടെ? ഞാൻ ഇതല്ല രസമുണ്ടല്ലേ? നമുക്കിനി സമയം കളയണ്ട. ബാ പോരി, നമുക്കിനി അടുത്തേ പോവാം. നമുക്കിനി സമയം തീരില്ല. 1 മണിയായി. 1 മണിയായി. ഇപ്പം പോരി. നമ്മളെ കൂടെ ഇനി വേറെ ആരും ഉണ്ടാവും? നിങ്ങളിവിടെ എത്തിയിട്ടുള്ളൂ? ഞങ്ങൾ കണ്ടു കഴിഞ്ഞ്. ഇവിടെ തിരിച്ചിറങ്ങണം ഗൈസ്. തിരിച്ച് ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതെന്താ, ആരോ ജലചക്രം എടുത്ത് പിടിച്ചിട്ടുണ്ട്. തല്ല് കിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. എന്താ അമ്പയത്തിന് 30 ഉറുപ്പിക ഉള്ളൂ? ഏയ്, അമ്പയത്തിൻ്റെ പരിപാടി എന്താ നമ്മൾ നോക്കാം ഗൈസ്. അമ്പയത്ത് എന്താണ് അമ്പയത്തിൽ ഉള്ളത്? നമ്മളിനി ഈ പാതയിലൂടെ കിടക്കാവുന്നതാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളിതാ തനത് എന്തൊക്കെ അവിടെ എഴുതി വെച്ചോ ഗൈസ്. എന്തായാലും പോയി നോക്കാം. വില്ലും അമ്പും പിടിച്ച കുട്ടികൾ. സോ ഗൈസ്, അത്രേ ഉള്ളൂ അവിടുത്തെ പരിപാടികൾ. നമ്മളിനി തിരിച്ച് ഇവിടുന്ന് കയറാൻ പോവാണ്. കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഇന്ന് നമ്മൾ കുറേ ദിവസം കറങ്ങാനുള്ള ഇന്ന് നമ്മൾ കുറേ സ്ഥലങ്ങൾ കറങ്ങാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം തന്നെ നമ്മൾ ലേറ്റ് ആയി. അവരൊക്കെ എപ്പോഴും വരുമോ? ചെറിയ വെള്ളമായിക്കൊണ്ടാ ഒക്കെ പോകുമ്പോൾ പോരി. അങ്ങനെ നമ്മൾ ഇനി നമുക്ക് എന്താ പരിപാടി? നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യാന്നോ? എവിടെ എൻ്റെ പച്ചി മച്ചി? സ്ലോ മോഷനിൽ വരണല്ലോ. നമ്മൾ പോവില്ല, തിരിച്ചു പോവാ. തിരിച്ചു പോയിട്ട് നമ്മൾ എവിടെ പോവും? എവിടെ പോവാ? കറങ്ങാ? നോ ഐഡിയ ആണ്. നിങ്ങൾ ഇതിനുള്ളിൽ കയറിയാ? അതിനുള്ളിലോ? ഈ ഇറങ്ങുമ്പോഴും വേറെ വ്യൂ ആണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. കരു വണ്ടി ഗൈസ്, അങ്ങനെ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് വന്നിട്ട്, സൂചിപ്പാറയില്ല, വാട്ടർഫാൾസും ഇല്ല. ഉണ്ടായത് ഇതാണ്. കണ്ട, ഇത് സൂചിപ്പാറ വാട്ടർഫാൾസിലേക്കുള്ള വഴി. ആ വഴിയിലുള്ള തേയിലത്തോട്ടം, നല്ല മനോഹരമായ വ്യൂ, നല്ല രസമുണ്ട് കേട്ടോ. സൂചിപ്പാറ വാട്ടർഫാൾസിൽ ഒക്കെ കണ്ട് ആ ടൈപ്പായി. എന്താ വെച്ചാലേ അവിടെ ആൾ ഫുള്ളായി. 5 മണി വരെ ഉള്ളൂ സംഭവം. വരികയാണെങ്കിൽ രാവിലെ തന്നെ വരണേ. നമ്മളത് പ്ലാനിങ് ഇല്ലാത്ത വരെ ആയതുകൊണ്ട് സെറ്റപ്പ് ആയിക്കണൊക്കെ. ഒക്കെ എടുത്തോത്താളി. ഓ ഗായ്സ്, എന്ത് മനോഹരമായ വ്യൂ ആണ്. വാട്ട് എ വണ്ടർഫുൾ വ്യൂ. റൈറ്റ് മാം. ഫൈനലി നമ്മൾ കൊണ്ടോട്ടെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞങ്ങളുടെ ടൂറ് അവസാനിച്ചിരിക്കുകയാണ്. അമ്മോൻ കടന്നു വരും. ഞങ്ങളുടെ ടൂറ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ ഡിന്നറൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ? വീട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞു. വീട്ടിലേക്ക് പോകണം. നമ്മളൊന്നും കൂടി റിസോർട്ടൊക്കെ എടുത്തിട്ട് പോയാലോ? തിരിച്ച് വയനാട്ടിൽ തന്നെ. എന്തിനാണെന്നോ? പോണോ? പോവാ. തിരിച്ചു പോണോ? അങ്ങനെ അളിയനും പെങ്ങളും
യാത്രയാക്കുകയാണ് സുഹൃത്തുക്കളെ. ശരി, നമ്മൾ ബൈ ഗൈസ്. ആ പോരാ അങ്ങനെ. ആ ഓക്കെ ബൈ. ശരി ബൈ. ഓ മൈ ഗോഡ്, കം ഓൺ അജു. ടാറ്റ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ? പൊളി. പോല എല്ലാവരും പോല. ഹാപ്പി ആയില്ലേ? നമ്മളിഞ്ഞ് പോകണല്ലോ അല്ലേ? പോവാ. നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക് പോകുന്നു. പറയും വീട്ടിലേക്ക് പോകുന്നു. സന്തോഷമായോ? ഇപ്പം ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇഷ്ടപ്പെട്ടു. അടിപൊളി. അടുത്ത ചോറ് ഇൻഷാ അല്ലാ നമുക്ക് ഉടനടി. ഉടനടി ആദ്യം കോഴിക്കോട്ട് പോകാം നമുക്ക്. ഇൻഷാ അല്ലാ. അതോ ഇന്നത്തെ ടൂറിനെ കുറിച്ച് 2 വാക്ക്. ടൂറ് അടിപൊളിയായിരുന്നു. നമ്മളെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ റിസോർട്ട് നമുക്ക് ഏറ്റവും നമുക്ക് മുതലായതും പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് മെയിനായിട്ട് അത് എൻജോയ് ചെയ്തു. അതെ, അതാണ് മെയിൻ. പിന്നെ നമ്മളെ ഇന്നലത്തെ ഫുഡ്, ഇന്നത്തെ ഫുഡ് എല്ലാം ഗാനമേള ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്പാപ്പാന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം പിന്നെ പുതിയ ഗായകരൊക്കെ വിത്ത് മുളച്ചു പെട്ടെന്ന്. ഗായകന്മാരും പുതിയതായിട്ട് വന്നിട്ട് പെട്ടെന്നുണ്ടായിട്ടുണ്ട്. പ്ലേബാക്ക് സിംഗേഴ്സ് പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകിച്ചൊരു സപ്പോർട്ട് നമ്മൾ എപ്പോഴും അതെ നമ്മളിഞ്ഞ് കൊടുക്കാം. ഇനി അടുത്ത നമുക്ക് റൂമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും ബൈ പറയും. എല്ലാവരും ബൈ പറഞ്ഞോളി. ബൈ പറഞ്ഞോളി. ബൈ വല്ല കാക്ക. ബൈ സെക്യൂരിറ്റി.